ഹലോ സിനി ഫയൽസ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വർഷം 2024. അന്ന് മോളിവുഡിൽ സീനിയേഴ്സും ജൂനിയേഴ്സും പിള്ളേർ വരെ വന്ന് 100 കോടിയും വേൾഡ് വൈഡ് ഇൻഡസ്ട്രി ഹിറ്റും മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രി നോക്കി ഇങ്ങനെ കണ്ണും നട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ ഇവിടെ ഒരാൾ മാത്രമില്ലായിരുന്നു, അയാൾക്കെതിരെ ഇവിടെ 100 കണക്കിന് വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ല. ആക്ടിങ് മറന്നുപോയി, അഭിനയം വരുന്നില്ല, താടി എടുക്കാൻ പറ്റത്തില്ല, ഫീൽഡ് ഔട്ടായി, ഫാൻസിന് ഇനി റിലീസ് വെച്ച് ആഘോഷിക്കാം, ഏട്ടന് ഇനി റിട്ടയർമെൻറ്റ് ആഘോഷിക്കാം, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ. ബോക്സ് ഓഫീസിനെ കുറിച്ച് ട്രാക്കിങ് വന്നപ്പോഴേ പുള്ളി എക്സ്പോസ്ഡ് ആയി പോലും. പുള്ളിയും പുള്ളിയുടെ ഫാൻസും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ആ സമയത്ത് പുള്ളിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളി എപ്പോഴും പറയുന്നൊരു ഡയലോഗ് മനസ്സിലായ, എനിക്കെൻ്റെ പിള്ളേരുണ്ടടാന്ന്. അത് പുള്ളി വീണ്ടും വന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. വർഷം 2025. അത് മറ്റാരുടെ അല്ല, പുള്ളിയുടെ വർഷമാണ്. മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി അടക്കി ഭരിച്ചിരുന്ന രാജാവിൻ്റെ വർഷം. പുള്ളിയുടെ മോശ സമയത്ത് പോലും പുള്ളി തൊട്ട ഒരു റെക്കോർഡും ഒരു സോളോ ഹീറോയും, അതായത് ഒരു സീനിയറും ഒരു ജൂനിയറും വന്ന് തൊട്ടിട്ടില്ല. അത് തൊടാനായിട്ട് പുള്ളി തന്നെ വീണ്ടും അവതരിച്ചു, ചെകുത്താനായിട്ടും ദൈവമായിട്ടും അവതരിച്ചു. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ 2 പടങ്ങളിട്ട റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഒരു പഴയ സിനിമയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പല പ്രമുഖ തിയേറ്ററുകളിലും തിയേറ്റർ മാനേജ്മെൻറ്റ് എക്സ്ട്രാ സ്റ്റാഫിനെ നിയോഗിച്ചു. എന്തിനാണെന്നറിയാവോ? സ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അത് പുതിയ സിനിമയൊന്നുമല്ല, 18 വർഷം മുമ്പ് റിലീസായ ഒരു പടം. ഓരോ മലയാളി പ്രേക്ഷകരും കുറഞ്ഞതൊരു 10 തവണയിൽ കൂടുതലെങ്കിലും കണ്ടിട്ടുള്ളൊരു സിനിമയുടെ റിലീസ്. വർമ്മ, നായർ, മേനോൻ, ഹൈ ക്ലാസ് ഉള്ളി എന്നിങ്ങനെയുള്ള അസംബന്ധങ്ങളൊക്കെ സ്വന്തം സിനിമയിൽ പോലും വെറുപ്പായിട്ട് മറ്റുള്ളവരിലേക്ക് കുത്തിവെച്ച് പുള്ളിയെ തരം താഴ്ത്താൻ നോക്കിയപ്പോഴും പലരും മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ ഹൈ ക്ലാസ്സുകാരനെ മതിയടോ മലയാളിക്ക്. ഈ ഹൈ ക്ലാസ് മടമ്പിനെ മതി. ഹിമാലയം പർവ്വതത്തിൻ്റെ അടി വന്ന് എലി തുരന്നെന്ന് പറഞ്ഞ് പർവ്വതം താഴെ വീഴുമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരെ കുറിച്ച് എന്ത് പറയാനാ? അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചേക്കുന്നത്. ഈ പർവ്വതത്തിനെ താഴെയിടാൻ ഒരുപാട് പേര് മാന്തി നോക്കി, പക്ഷേ നടന്നില്ല. ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നോർമൽ റിലീസ്, അതായത് പുള്ളിയുടെ ഒരുപാട് സിനിമകൾ റിലീസായി ഒരുപാട് കളക്ഷൻ ഇട്ടു, അതുപോലെയൊക്കെ വന്ന് പോകും. പക്ഷേ ഇത് മോളിവുഡിലെ സകല റിലീസ് റെക്കോർഡുകളും ഭേദിച്ച് ടോപ്പ് നമ്പർ 1 പൊസിഷനിൽ എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് പുള്ളിയുടെ തന്നെ ദേവദൂതൻ്റെ റെക്കോർഡ് പുള്ളി തന്നെ വീണ്ടും വന്ന് തിരുത്തി കുറിക്കാൻ പോകുന്നു എന്ന് സാരം. എന്തായാലും മോളിവുഡിലെ 6ാം തമ്പുരാൻ്റെ ഈ തിരിച്ചുവരവ് മോളിവുഡ് പ്രേക്ഷകരും ലാലേട്ടൻ ഫാൻസും ഒരുപോലെ ആഘോഷിക്കുകയാണ്. എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് അങ്ങേര് ഇപ്പോൾ തിരിച്ചു വന്നേക്കുന്നത്. റിലീസ് ആണെങ്കിൽ FD, വീക്കെൻഡ്, ഫൈനൽ എല്ലാ റെക്കോർഡുകളും. ഇത് പുതിയ റിലീസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള FD, വേൾഡ് വൈഡ് FD, ഓവർസീസ് ടോപ്പ് ഹയസ്റ്റ് ഗ്രോസർ, വേൾഡ് വൈഡ് ഹയസ്റ്റ് ഗ്രോസർ, അതായത് വേൾഡ് വൈഡ് ഇൻഡസ്ട്രിയൽ ഹിറ്റ്, കേരള ഇൻഡസ്ട്രിയൽ ഹിറ്റ്, വീക്കെൻഡ് കളക്ഷൻ വേൾഡ് വൈഡും കേരളയും, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ റെക്കോർഡുകളും ഇപ്പോൾ അങ്ങേറെ പേരിലാണ്. ROI, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രമേ മഞ്ഞുമൽ ബോയ്സിൻ്റെ കയ്യിലുള്ളൂ. അതും പുള്ളി അധികം വൈകാണ്ട് ദൃശ്യം 3 ഇറക്കി വന്ന് ബ്രേക്ക് ചെയ്തോളും. അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഫാൻസിന് വളരെ വലിയ നാളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നേക്കുന്നത്. ഇനിയും അതേപോലെ ആകട്ടെ. ഇനിയിപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഉദയനാട് താരം പറയുന്നുണ്ട്, രാവണപ്രഭു പറയുന്നുണ്ട്, നാരം പറയുന്നുണ്ട്, രാജമാണിക്യം പറയുന്നുണ്ട്, CID മൂസ പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ഇതല്ലെങ്കിൽ വേറെ ഏത് സിനിമയാണ് റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.